ഇതേപോലെ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് സമയം മതി നമുക്ക് ഇതുപോലെ അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പുറത്ത് നിന്ന് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് മേടിക്കുന്ന ഐറ്റംസ് ആണെന്ന് അറിയാം, നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറെ പേര് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മള് ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യാറില്ലേ? ഫാബ്രിക് കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ? നമ്മള് കംഫർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ കംഫർട്ട് നമ്മുടെ തുണിക്കൊക്കെ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് നമ്മള് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതെല്ലാവരും വീട്ടിലും മിക്കവാറും വീടുകളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ചെറിയൊരു ബോട്ടിൽ തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതേ ക്വാളിറ്റിയിലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാനാണ് കേട്ടോ. ഫാബ്രിക് കണ്ടീഷണർ നമുക്ക് എങ്ങനെ വീട്ടില് തയ്യാറാക്കാന്ന് പറയാനാണ്. അപ്പൊ നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഫ്ലേറ്റ്സ് ആണ് കേട്ടോ. ഇത് മേക്കിങ്ങിനായിട്ട് നമുക്ക് ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫാബ്രിക് കണ്ടീഷണർ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം വേണം, കുറച്ച് സമയം നമുക്ക് അതിന്റെ പ്രിപ്പറേഷനായിട്ട് കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്ലേറ്റ്സ് ആണ്. അപ്പൊ ഈ ഫ്ലേറ്റ്സ് ആണ് നമ്മുടെ ആ കണ്ടീഷണറിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുന്നത്. നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, അതിലേക്കുള്ള സ്മെല്ല്. പിന്നെ നമുക്ക് എൻ ക്യാപ്പ്, നമുക്ക് ഈ സ്മെല്ല് നമ്മുടെ തുണിയിൽ കുറേ നേരം നിൽക്കണമെങ്കിൽ നമ്മൾ ഇതിൽ എൻ ക്യാപ്പ് യൂസ് ചെയ്യണം കേട്ടോ. ഫ്രാഗ്രൻസ് മാത്രം യൂസ് ചെയ്താൽ നമുക്ക് സ്മെല്ല് കിട്ടില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ എൻ ക്യാപ്പ്, ഒരു ക്രീം കളറിലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളറ്. നമ്മൾ രണ്ട് കളറിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു കളർ നമുക്ക് പിങ്ക് കളറിലും ഒരെണ്ണം ബ്ലൂ കളറിലും. അപ്പൊ നമ്മൾ ഇന്ന് ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മള് ഫാബ്രിക് കണ്ടീഷണർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരം കളയണ്ട. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ളത് വെള്ളമാണ് കേട്ടോ. വെള്ളം നമുക്കൊരു 5 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. 5 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ലിറ്റർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് ആണ് ഞാനിവിടെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു 5 ലിറ്റർ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പൊ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 5 ലിറ്റർ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കാനായിട്ട് 4.25 ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ 5 ലിറ്റർ വെള്ളം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തെറ്റി പറഞ്ഞതാണ്. 4.25 ലിറ്റർ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വലിയൊരു പാത്രത്തിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതുപോലെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കണം കേട്ടോ. ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫ്ലേറ്റ്സ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ചൂടോട് കൂടിയിട്ട് തന്നെ എടുക്കണം. നമ്മൾ ഫ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഫ്ലേറ്റ്സ് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫ്ലേറ്റ്സ് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഫ്ലേറ്റ്സ് ഇതിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഐറ്റംസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് തണുക്കാനായി നമുക്ക് കുറച്ച് നേരം വെക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കി ഐറ്റംസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് തണുത്തിട്ട് കാണാം. അപ്പൊ നമ്മള് ഫ്ലേറ്റ്സ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തണുത്ത് ഇതിന്റെ കൺസിസ്റ്റൻസി ആകെ മാറി നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് രാത്രി ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ചെയ്യുമ്പോഴേക്കും നല്ലതുപോലെ തണുത്ത് കിട്ടും കേട്ടോ. ഇത് തണുക്കാനായിട്ട് കുറേ അധികം സമയം ആവശ്യമാണ്. പെട്ടെന്നൊന്നും തണുത്ത് കിട്ടില്ല. അപ്പൊ നല്ലതുപോലെ നല്ലോണം കുറുകി ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എൻ ക്യാപ്പ് ആണ് കേട്ടോ. എൻ ക്യാപ്പ് ആണ് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ തുണികൾക്കൊക്കെ എന്താ പറയാ, സ്മെല്ല് കൂടുതൽ നേരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഫ്രാഗ്രൻസ് ചേർക്കുകയാണെങ്കിൽ അധികം സമയം നമുക്ക് സ്മെല്ല് നിൽക്കില്ല കേട്ടോ. അതിനായിട്ടാണ് എൻ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. എൻ ക്യാപ്പ് നമുക്കൊരു ക്രീം കളറിലാണ് കേട്ടോ ഉള്ളത്. അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ ക്യാപ്പ് ഇതിലൊഴിച്ച് നല്ലതുപോലെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം മതി, ഇത് മിക്സ് ആവാനുള്ള വെള്ളം മതിയാവും കേട്ടോ. ഇനി നമ്മളിത് നമ്മുടെ ഫ്ലേക്സ് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കംഫർട്ടിലേക്ക് ഫ്രാഗ്രൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കളറാണ് കേട്ടോ. കളറ് നമുക്ക് 2 കളറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് പകുതി എടുത്തിട്ട് പിങ്ക് കളറിലും പകുതി എടുത്തിട്ട് നമുക്ക് ബ്ലൂ കളറിലും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ വലിയൊരു ജഗ് എടുത്തിട്ട് ഇതിൽ നമുക്ക് 2.5 ലിറ്റർ നമുക്ക് പിങ്കും 2.5 ലിറ്റർ നമുക്ക് ബ്ലൂവും ചെയ്യാം കേട്ടോ. അപ്പോൾ 2.5 ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കളർ ആഡ് ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെയുള്ള ഫാബ്രിക് കണ്ടീഷണറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു സ്മെല്ലാന്നറിയോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മളൊരു അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്മെല്ലാണ്. കംഫർട്ടിൻ്റെ സ്മെല്ല് എല്ലാവർക്കും നമ്മൾ ഫാബ്രിക് കണ്ടീഷണർ വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ പിങ്ക് കളറിലുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കംഫർട്ടിൻ്റെ ബോട്ടിൽസിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് അത്രയും ഭംഗിയിൽ കാണാനായിട്ട്. ഇത് നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കാരണം പുറത്തേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് കാരണമാണ് ഒരു ട്രാൻസ്പെറൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ പയ്യെ ഒഴിക്കുകയാണ്. വെയിറ്റ് കൂടുതലുള്ള കാരണം ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്കിതിനെ ക്യാപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനെ ക്യാപ്പ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇതേ ഫാബ്രിക് കണ്ടീഷണർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ബോട്ടിൽസിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 250 ml വരുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പിങ്ക് കളർ ക്യാപ്പ് കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ ഒഴിക്കുന്നത്. 1/2 ലിറ്ററിന്റെ ബോട്ടില് 500 ml ആണ് ഈ ബോട്ടിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് 500 ml ബോട്ടിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 250 ml ബോട്ടിലും 500 ml ബോട്ടിലും നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽസും അതുപോലെ തന്നെ കംഫർട്ട് മേക്കിംഗ് കിറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പൊ നമ്മൾ പിങ്ക് കളർ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ബ്ലൂ കളറാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ബ്ലൂ കളറിനായിട്ട് ഇനി നമുക്ക് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂ കളറ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ? അപ്പോൾ ബ്ലൂ കളറ് നല്ലതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പൊ 2 കളറിൽ, ഇനി നമുക്ക് ഗ്രീൻ കളറിൽ വേണമെങ്കിൽ ഗ്രീൻ കളറിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. വെയിറ്റ് കൂടുതലുള്ള കാരണം പെട്ടെന്ന് ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് താഴത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബോട്ടിൽ കൂടെ നിറയ്ക്കാനുണ്ട് കേട്ടോ. അപ്പം അതിലും കൂടെ നിറച്ച് കൊടുക്കാം. അപ്പം നമുക്ക് 2 ബോട്ടിലേക്ക് കൂടി ഉള്ളതുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2 ബോട്ടിൽ കൂടി നിറയ്ക്കാം. അപ്പം നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് സമയം മതി നമുക്ക് ഇതുപോലെ അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പുറത്ത് നിന്ന് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് മേടിക്കുന്ന ഐറ്റംസ് ആണെന്ന് അറിയാം. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും പുറത്തോട്ട് സെയിൽ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ലാബിലൂടെ അടിച്ചാൽ മതി. അപ്പൊ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഓരോന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇത് കണ്ടില്ലേ, അത്രയും തിക്നെസ്സും അതേപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ സ്മെല്ലിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ബോട്ടിലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഫിനോയിൽ എല്ലാത്തിൻ്റെ കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാതും കാണാനായിട്ട് പറ്റും. അപ്പോൾ മേക്കിംഗ് കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ജോലികളുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും വെറുതെ സമയം കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.